കോൺഗ്രസിലെ നേതൃമാറ്റത്തെ പരിഹസിച്ചും കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ടും എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. രാജ്യാതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ സുധാകർ നടത്തുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. പുതിയ അധ്യക്ഷനായി നേതൃത്വം പരിഗണിച്ചേക്കാവുന്ന ആന്റോ ആന്റണി എം.പി. സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസുകാരനെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. കെ സുധാകരനെ ഇപ്പോൾ മാറ്റുന്നതിന്റെ താൽപര്യം എന്താണെന്നാണ് അറിയേണ്ടത്. ജനങ്ങളിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനം സ്വീകരിച്ച കരുത്തനായ നേതാവാണ് കെ സുധാകരനെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇന്ന് തൃശൂർ ജില്ലയിലും പോസ്റ്ററുകൾ പതിച്ചു. കോൺഗ്രസിനെ നയിക്കാനായി കേരളത്തിൽ കെ സുധാകരൻ എന്നെഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃശൂർ കളക്ടറേറ്റ് പരിസരത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കെ.പി.സി.സി ഓഫീസിന് മുന്നിലും സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരുന്നു. കെ സുധാകരൻ തുടരട്ടെ, പിണറായി ഭരണം തുലയട്ടെ എന്നാണ് ബോർഡിലെ വാചകം. കോൺഗ്രസ് പുനഃസംഘടന വീണ്ടും സജീവമായിരിക്കെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപക പ്രചരണവുമായി സുധാകരൻ പക്ഷമാണ് രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി കെ.പി.സി.സി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം സുധാകരന് വേണ്ടിയും ഫ്ലെക്സ് ഉയർന്നു. പിണറായി ഭരണം തുലയട്ടെ, സുധാകരൻ തുടരട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഫ്ലെക്സ് ഉണ്ടായത്. പിണറായി വിജയനെ നേരിടാൻ കോൺഗ്രസിൽ സുധാകരൻ മാത്രമേ ഉള്ളൂവെന്ന സന്ദേശമാണ് സുധാകരൻ പക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റില്ലെന്ന സുധാകരൻ പക്ഷം അസന്ദിഗ്ധമായി വ്യക്തമാക്കിയതോടെ ചർച്ചകൾക്ക് തുടക്കമിട്ട ഹൈക്കമാൻഡ് വെട്ടിലായിരിക്കുകയാണ്. സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഇപ്പോൾ നേതൃസ്ഥാനത്ത് നിന്നും മാറേണ്ടതില്ല എന്ന് തന്നെയാണ് സുധാകര പക്ഷത്തിന്റെ തീരുമാനം. പാർട്ടിയിലെ അസ്വാരസ്യങ്ങളിൽ ഭൂരിഭാഗം നേതാക്കൾക്കും അതൃപ്തിയുമുണ്ട്. കെ സുധാകരൻ ചുമതലയേറ്റ ശേഷം പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ ഒന്നുപോലും നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല. പാർട്ടിയെ സെമി കേഡറാക്കുമെന്നും പ്രവർത്തകർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാൻ സ്കൂൾ തുടങ്ങുമെന്നും ബൂത്ത് കമ്മിറ്റിക്കും താഴെ CUC രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ എങ്ങും എത്തിയിട്ടില്ല. പുനഃസംഘടന നടത്താത്തതിനാൽ തന്നെ നട്ടില് തകർന്ന അവസ്ഥയിലാണ് കേരളത്തെ പാർട്ടിയുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും തനിക്കൊപ്പം നിൽക്കുന്ന നേതാക്കളുടെ കോക്കസിന് വേണ്ടി ഇക്കാര്യത്തെ നിഷേധിച്ചുകൊണ്ടാണ് സുധാകരൻ പടപ്പുറപ്പാട് നടത്തുന്നത്. പിണറായിക്കെതിരെ നിൽക്കാൻ സുധാകരൻ മാത്രമാണ് നിലവിലുള്ളതെന്ന വാദവും പൊളിഞ്ഞു വീണേക്കാനുള്ള സാധ്യതയുണ്ട്. കെ സുധാകരൻ കെ.പി.സി.സി അധ്യക്ഷനായി അധികാരമേറ്റ ശേഷം നിരവധി ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നുവെങ്കിലും കാര്യമാത്ര പ്രസക്തമായ സമരം സംഘടിപ്പിക്കുവാനോ വിഷയങ്ങൾ കോടതിയിലെത്തിക്കുവാനോ പാർട്ടിയെ ഉപയോഗിച്ച് സർക്കാരിനും CPM-നുമെതിരെ ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുവാനോ സുധാകരന് കഴിഞ്ഞിട്ടില്ല എന്നും ചില നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ പാർട്ടി അധ്യക്ഷന്റെ പല വിമർശനങ്ങളും പത്രക്കുറിപ്പുകളിൽ ഒതുങ്ങി നിൽക്കുന്നതുമായിരുന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന TU രാധാകൃഷ്ണൻ സ്ഥാനത്ത് നിന്നും ഒഴിവായതു മുതലാണ് സുധാകരപക്ഷം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. ഇതിന് പിന്നാലെ കെ.പി.സി.സിയിലെ ഒരു നിർണായക പദവിയിൽ സ്ഥാനമേറ്റ നേതാവ് ഗ്രൂപ്പിന്റെ അമരം സ്വയമേ ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് കെ.പി.സി.സി ഉന്നതന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. കെ.പി.സി.സി യോഗങ്ങളിൽ നിന്നും വാർത്ത ചോർന്ന സംഭവങ്ങളിലും ഗ്രൂപ്പിന്റെ കരങ്ങളുണ്ട് എന്നും ചില നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റുന്ന കാര്യത്തിൽ യുക്തമായ തീരുമാനമെടുക്കാനായി ഹൈക്കമാൻഡ് മുതിർന്നത്. പാർട്ടി പ്രവർത്തനത്തിലെ മന്ദത സംബന്ധിച്ച സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദേബാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയതാണ് നിലവിൽ സുധാകരൻ പക്ഷത്തെ ചൊടിപ്പിക്കുകയും ചെയ്തത്. രാജ്യവ്യാപകമായി നടക്കുന്ന പുനഃസംഘടനയിൽ നിന്നും കേരളത്തെ മാത്രമായി ഒഴിവാക്കാനാവില്ല എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ തന്നെ സ്ഥാനത്ത് നിന്നും മാറ്റാനാവില്ല എന്നും ചില കാര്യങ്ങൾ തുറന്നടിക്കാനുമുള്ള സുധാകരന്റെ നിലപാടാണ് നിലവിൽ ഹൈക്കമാൻഡിനെ വെട്ടിലാക്കിയിട്ടുള്ളത്.